ഒന്ന് സന്തോഷായിട്ടിരിക്കും. ഏയ്, നീ എവിടായിരുന്നു മോനെ ഇതുവരെ? ഇവരെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ഇവനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആഹാ, പുറത്തിരുന്നും തുടങ്ങിയോ? അവർ ഊണ് കഴിക്കുക. ഇനിയിപ്പോ വീടും പരിസരവും കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടെങ്ങനെ ഇറങ്ങിയാൽ? നീ ഒന്ന് അകത്ത് കയറിയിരിക്കേ. പറഞ്ഞ കൂട്ടാക്കില്ലാന്ന് തന്നെ അല്ലേ? നന്ദിനി എവിടെ? കല്യാണം കഴിയണത് വരെ അവളെ മുറിക്ക് പുറത്ത് വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക. നീ ആയിട്ട് നീ അവളുടെ മനസ്സ് തിരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും നടക്കില്ല. വേണ്ട, നടക്കണ്ട. അവള് സമ്മതിച്ചോ? സമ്മതിച്ചൊന്ന് 100 വട്ടം പറഞ്ഞാലേ സമ്മതിച്ചു നടത്തുള്ളൂ. ചേച്ചി, നിങ്ങൾ അവളുടെ വല്യമ്മയായിരിക്കും. നിങ്ങളെക്കാളും അവളുടെ അച്ഛനേക്കാളും കൂടുതൽ അവളുടെ ഇഷ്ടം എനിക്കറിയാം. ആ ഇഷ്ടമൊക്കെ ഞങ്ങൾ പറഞ്ഞു മാറ്റി. അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു. പാപമാണിത്, മഹാപാപം. എടാ അപ്പു, നീ ബോംബെയിലെ കുറെ പരിഷ്കാരായിട്ട് ഇങ്ങോട്ട് വന്നവനാ. ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നവരാ. കഴിഞ്ഞതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിനക്കത്ര ദണ്ണാണെങ്കിലേ നിന്റെ വീതം മറ്റവൾക്കും അവളുടെ മോനും എഴുതി കൊടുത്തോ. എന്നിട്ട് അവിടെ പോയി പൊറുത്തോ. ഞങ്ങളുടെ ആരുടെയും വീട്ടുകാര്യത്തിൽ ഇടപെടാൻ വരണ്ട. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉളുപ്പില്ലാണ്ട് അവള് വിളിച്ചു പറഞ്ഞില്ലേ അവളവന്റെ വെപ്പാട്ടിയാണെന്ന്? അതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? അല്ലെങ്കിൽ എല്ലാം അവന് പറയാമായിരുന്നല്ലോ. ഇനി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാന്ന് പോലെ വിചാരം ഉണ്ടെങ്കിൽ ഓർത്തോ, ഒരു ദിവസം തികച്ച് നീ അവന്റെ കൂടെ വാഴില്ല. ടൈഗർ ആന്റണിയേക്കാൾ കേമന്മാരുണ്ട് ഇവിടെ. അവർക്ക് ഇക്കുറി ആളെ തെറ്റില്ല. അവന്റെ ശവം വണ്ടിത്താഴത്ത് പൊങ്ങിയിട്ടേ പിന്നെ ഇവിടെ അടുപ്പിൽ തീ പുകയും. അവളെ ഒന്ന് കാണാൻ പോലും ഒരു സമ്മതിക്കുന്നില്ല. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ കൂടി ഒരു വഴിയില്ല. പക്ഷെ ഒന്നുറപ്പുണ്ട്, നീ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. കൂടുതൽ ആലോചിച്ചിരുന്ന അവള് വല്ല കടങ്കയും കാണിച്ചു കളയുമെന്ന എന്റെ പേടി. എവിടേക്കാ? ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അവനെ ഈ നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ട. ഇതാ വരുന്നു. അപ്പോട്ടാ, ഞാൻ ഒറ്റയ്ക്കൊന്ന് കാണാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ ഗൗരി? ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഗോവിന്ദുട്ടിയുടെ അച്ഛനെ. നിനക്ക് വെറുതെ തോന്നിയതാവുകയുള്ളൂ. അല്ല, നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകണത് ഞാൻ കണ്ടു. കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നു. ഒരുപാട് മാറിയിട്ടുണ്ട്. കുറെ നരച്ചു. മുഖത്തൊരു താടിയുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാവാണ്ടിരിക്കോ? ഒരു വശത്ത് വരണമെന്നും ഒന്ന് കാണണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതേസമയം ഒരിക്കലും വരില്ലെന്നും എന്റെ മകന്റെ കണ്ണിൽ പെടില്ലെന്നും മനസ്സ് തേങ്ങി. അവനെങ്ങാനും തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് അപ്പോട്ടനറിയാലോ. എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ആയുസോടെ ഇരുന്ന് കണ്ടാ മതി. സ്വന്തം അച്ഛനെ കൊന്ന മകനെ പ്രസവിച്ച മഹാഭാവി.
ഇനി ആ ശിക്ഷ കൂടെ ഞാൻ അനുഭവിക്കണം. അപ്പോട്ടാ, വേറെ ആരുമില്ല എന്റെ മനസ്സ് കാണാൻ. അപ്പോട്ടൻ ചെന്നൊന്ന് കാണാമോ? കണ്ടിട്ട് ഗോന്നൂട്ടി തിരിച്ചറിയണതിന് മുൻപ് ഇവിടം വിട്ട് പോണോന്ന് പറയാമോ? അതിനും ഞാൻ തന്നെ വേണം, ഇല്ലേ ഗൗരി? മുമ്പൊരിക്കൽ ഞാൻ ഇയാളെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാളോട് യാചിക്കാൻ. അപ്പോഴേക്കും അയാൾ നാട് വിട്ടു. പിന്നൊരിക്കൽ നിന്റെ മനസ്സിൽ അയാൾ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു പോയി. നിന്നെയും കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് പറയാൻ അന്നും കണ്ടു കിട്ടിയില്ല. ഇന്നിപ്പോ അയാൾ തൊട്ടടുത്ത് ദാ ഇവിടെ. ഞാൻ പറയാം അയാളോട്, ഇനി ഈ കൺവെട്ടത്ത് കണ്ടുപോരുന്ന് ഞാൻ പറയാം. ആരത്? അപ്പുക്കുട്ടൻ നായർ, ഗോവിന്ദൻകുട്ടിയുടെ അമ്മാവൻ. അപ്പടിയാ? കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷ പറയാം. പണ്ട് താൻ ഈ നാട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് ഒളിച്ചോടി പോയില്ലേ ഗൗരി? തനിക്ക് മുമ്പേ അവളെ സ്നേഹിച്ച ഒരു പാവം മണ്ടൻ. അമ്മാവന്റെ ടെലഗ്രാം കിട്ടി ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് പാലം പണിക്ക് വന്ന ഒരു മറുനാടൻ കോൺട്രാക്ടറുമായിട്ട് എന്റെ ഗൗരി അടുപ്പത്തിലാണെന്ന്. പിന്നീട് അറിഞ്ഞു അവള് ഗർഭിണിയാണ്. ചതിച്ചവൻ നാട് വിട്ടെന്ന്. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയ്. ഇല്ലേ ഇല്ലേ, ദയമാത്ര. പിന്നെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ പ്രസവിച്ച മകൻ തന്തയാരാണെന്ന് ചൂണ്ടിക്കാണിക്കാനില്ലാതെ വളർന്നു. எனக்கு ஒரு மகனா? நீங்க சொல்றதெல்லாம் உண்மையா? கடவுளே, நான் செய்த பாவ சிறுகதையா முடிஞ்சிரும் நினைச்சேன். இப்படி தொடர்கதையாக்கிட்டியே. கஷ்டப்பட்டுக்கிட்டதை குடும்பத்தை கரை சேர்க்கறதுக்காக தெரிஞ்சே தப்பு செய்ய வேண்டியதா போச்சு. நொடிச்சு போற வியாபாரத்திலிருந்து தப்பிக்க தற்கொலைக்கு முயற்சி பண்ண எங்க அப்பா சொன்னதெல்லாம் நான் கேட்க வேண்டியதா போச்சு. எனக்கு பிரியமான எல்லாத்தையும் நான் மறக்க வேண்டியதா போச்சு. கௌரிய கூட குடும்ப நடுத்தருவில் நிக்காம இருக்கிறதுக்காகவும் பணத்துக்காகவும் என்ன நானே விற்க வேண்டியதா போச்சு. அப்பா சொன்ன பொண்ணுக்கு எடுத்த தாலி கட்டினேன். எல்லாத்தையும் மறக்க வேண்டிய சூழ்நிலை வந்துச்சு. இருந்தாலும் என் மனசுல ஒரு மூலையில கௌரி தீபமாவே இருந்தான். தூரத்திலே இருந்தாவது அவளை பார்க்கணும்னு ஆசைப்பட்டேன். ஆனா குடும்ப சூழ்நிலை அவளை பார்க்கறதுக்கு இடம் கொடுக்கல. இப்ப எல்லாரும் நிம்மதியா இருக்கிறதுக்கு வழி பண்ணிட்டு குடும்ப பாரத்தை எல்லாம் இறக்கி வச்சுட்டு கௌரிய பார்க்கணுங்கிற ஒரே ஆசையினாலதான் மறுபடியும் நான் இந்த ஊருக்குள்ள வந்திருக்கேன். ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് നിങ്ങൾക്ക് വീണ്ടും വരാൻ തോന്നിയത്? നേരിട്ട് കണ്ടാൽ തന്തയുടെ നെഞ്ചത്ത് കുത്തിയിറക്കാൻ കത്തിയും നടക്കുകയാണ് അവൻ. ആ മകൻ അവൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? തോളത്ത് കൈയിട്ടോണ്ട് നടക്കുന്നില്ലേ ഒരുത്തനെ? ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി യമനാ? അവനത് അറിഞ്ഞിട്ടില്ല. അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. എതുക്ക്? അവളെ ഒരു വിധവയാക്കണോ? സ്വന്തം മകനെ ഒരു കൊലപാതകയാക്കണോ? കടവുളേ, നിങ്ങൾക്കറിയില്ല. പകയാ അവന്റെ മനസ്സില്, കനല അവന്റെ കണ്ണില്. തിരിച്ചറിവായ കാലം തൊട്ട് തന്തയില്ലാത്തവൻ കണ്ടവന്റെ ആട്ടും തുപ്പുമേറ്റാവൻ വളർന്നത്. ആണായിട്ട് 4 പേരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാനുള്ള അവസ്ഥ അവൻ ഇല്ലാതാക്കിയത് നിങ്ങൾ ഒരാളാ. നിങ്ങൾ ഒറ്റ ഒരുത്തനാ.
ഒരനാഥച്ചക്കന് കിട്ടേണ്ട പരിഗണന പോലും അവന് കിട്ടിയില്ല. തന്തയില്ലാത്തവനല്ലേ. ഇപ്പോ അവസാനം അവൻ സ്നേഹിച്ച പെണ്ണ് പോലും അവന് നഷ്ടപ്പെടാൻ പോവുക. നിങ്ങൾ വരുത്തി വെച്ച പാപം ഞാൻ ஒண்ணு சொல்ல வேண்டாம். என்னால தாங்க முடியாது. போங்க, தயவு செஞ்சு போங்க. രാത്രി പുഴയിലേക്ക് നോക്കി സാർ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ തോന്നിയിരുന്നു ഈ മനസ്സിൽ എന്തോ ഉണ്ടെന്ന്. പക്ഷെ അത് ഇത്രയും വലിയ അങ്ങേര് പറഞ്ഞതാണ് ശരി. സാർ ഇവിടുന്ന് പോണം. ആരെയും പേടിപ്പിക്കാനല്ല ഗോവിന്ദൻകുട്ടി കത്തിയും കൊണ്ട് നടക്കുന്നുണ്ട്. സാറ് പോണം. இல்ல பப்பன், உண்மை தெரியும் போது அதை நேரடியா சந்திக்கிறதுக்கு துணி வேணும். பயந்து ஓடுது குழத்தனம். இன்னொரு முறை அந்த தப்ப நான் செய்யணுமா? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരാനുള്ള വിവരം ദൈവം എനിക്ക് തന്നില്ല സാർ. ഒന്നറിയാം, സാറ് ഇനി ഇവിടെ നിൽക്കരുത്. தீர்ப்பை திருத்தி எழுதிடலாம். ஆனா நான் செய்த பாவத்தை திருத்தி எழுத முடியாது. அதுக்கு பரிகாரம் செய்தாதான் நான் நிம்மதியா கண்ண மூட முடியும். நான் சில விஷயத்தை முடிவு பண்ணியிருக்கேன். கோவிந்த குட்டியை என் மகனா பார்த்ததுக்கு அப்புறம் தான் நான் இந்த இடத்தை விட்டு போறேன்.